ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു കുഞ്ഞ് അതിഥി വരികയാണ് കേട്ടോ. നമ്മുടെ വാവാ സുരേഷ് പറയുന്ന അതിഥിയല്ല കേട്ടോ. എന്തായാലും നമുക്ക് ആ അതിഥിയെ കൂട്ടാൻ പോകാം. ഞാനും അനിയനുമാണ് പോകുന്നത്. ഒരുപാട് ദൂരമൊന്നുമല്ല, ഇവിടെ അടുത്ത് തന്നെയാണ്. അടുത്തൊരു വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ദാ ഇത് കണ്ടോ, ഇതാണ് ആ വീട്ടിലേക്കുള്ള വഴി. ഈ വഴികളെ കണ്ടപ്പോൾ എനിക്ക് പഴയ എൻ്റെ കുട്ടിക്കാലാണ് ഓർമ്മ വന്നത്. എൻ്റെ തറവാട്ടിലേക്കുള്ള വഴി ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇപ്പം ഇങ്ങനത്തെ വഴികളൊന്നും കാണാനേ ഇല്ല. ചെറിയ നടപ്പാതകളും കരിങ്കൽ പടവുകളൊക്കെ. ഇപ്പോഴത്തെ വഴികളൊക്കെ എല്ലായിടത്തും ടൈൽസും മെറ്റലും കോൺക്രീറ്റും ഒക്കെ തന്നെയല്ലേ. പക്ഷേ ഇങ്ങനെയുള്ള വഴികൾക്കൊരു പ്രത്യേക ഭംഗിയാണല്ലേ, ഇരുവശത്തും പച്ചപ്പൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ എന്തായാലും ആ ഒരു സ്പോട്ടിലെത്തി. ഒരു വീട്ടിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇത് അനിയൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഇതേ ഒരു പൂച്ചയല്ല, ഇവിടെ ഒരുപാട് പൂച്ചകളുണ്ട്. വലിയ പൂച്ചയാണ്, കണ്ടാൽ തന്നെ പേടിയാകും. പക്ഷേ ഇതങ്ങനെ ഉപദ്രവിക്കുന്ന കൂട്ടത്തിലുള്ള പൂച്ചയൊന്നുമല്ല. എനിക്കിങ്ങനെ ഈ പൂച്ചകളെക്കുറിച്ച് വലിയ ധാരണകളൊന്നുമില്ല. ഞാൻ അത്ര വലിയ മൃഗസ്നേഹിയല്ല കേട്ടോ. പൂച്ചയോ പട്ടിയോ അങ്ങനെയുള്ള ഒരു പെറ്റുകളും എൻ്റെ വീട്ടിലില്ലായിരുന്നു താനും. ഇതാണ് നമ്മളുടെ അതിഥി. ഈ അതിഥിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. ഒരു കുഞ്ഞൻ പൂച്ച, കുഞ്ഞൻ ചെമ്പൻ കളറുള്ള പൂച്ച, അടിപൊളിയല്ലേ. ഇത് ആമ്പൂച്ചയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവരാൻ പോയത്. കാരണം ഏട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആമ്പൂച്ചയാണെങ്കിൽ കൊണ്ടുവന്നാൽ മതി എന്നുള്ളത്. ഏട്ടന് പൂച്ചകളെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ആൺപൂച്ച മതി നിർബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് ഇത് പെണ്ണാണെന്ന് പറയുന്നത്. അനിയനും വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഏട്ടൻ വരുമ്പോൾ എന്താ പറയാന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ല ഭംഗിയുണ്ട് ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. ഇതിന് എന്ത് പേരിടുമെന്ന കൺഫ്യൂഷനിലാണ് ഞങ്ങൾ. നിങ്ങൾക്ക് ആലോചിച്ചിട്ടാണെങ്കിൽ ഒരു പേരും കിട്ടുന്നില്ല. ഞാൻ പറയുന്ന പേര് അനിയനും ഇഷ്ടപ്പെടുന്നില്ല, അനിയൻ പറയുന്ന പേര് എനിക്കും ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങളങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്.